നമസ്കാരം. ഹമാസ് നേതാക്കളുടെ കാര്യത്തിൽ ഏതാണ്ട് തീർപ്പ് കൽപ്പിച്ച പോലെയാണ് ഇസ്രായേലിന്റെ മുന്നോട്ട് പോക്ക്. അതുതന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഏതാണ്ട് എല്ലാ ഭീകരരെയും ഇസ്രായേൽ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി ഹസൻ നസ്രുള്ളയും മകളും. പക്ഷേ ഇത് എത്രത്തോളം വാസ്തവമാണെന്ന വിവരം ഇനി പുറത്തു വരുന്നതേയുള്ളൂ. ഭീകര നേതാക്കൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യം പുറത്തു വരുന്നത് സൂചനകൾ മാത്രമാണ്. ഏറ്റവും ഒടുവിലായി അത് സ്ഥിരീകരിക്കപ്പെടുകയാണ് പതിവ്. തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ സയ്യിദ് ഹസൻ നസ്രുള്ളയുടെ മകൾ സൈനബ് നസ്രുള്ള കൊല്ലപ്പെട്ടതായും വിവരമുണ്ട്. ഇസ്രായേലി വാർത്താ മാധ്യമമായ ചാനൽ 12 ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈനബിന്റെ മൃതദേഹം ഇസ്രായേൽ ആക്രമിച്ച കമാൻഡ് സെന്ററിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയെന്നും സൂചനയുണ്ട്. ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ട സൂചനകൾ പുറത്തു വരുന്നതിനിടയിലാണ് മകളുടെ മരണം ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. എന്നാൽ സൈനബിന്റെ മരണം സ്ഥിരീകരിക്കാൻ ഹിസ്ബുള്ളയോ ലബനീസ് അധികൃതരോ തയ്യാറായിട്ടില്ല. ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലെ സ്ത്രീ സാന്നിധ്യമാണ് സൈനബ് എന്ന് പറയുന്നു. 1997 സൈനബിന്റെ സഹോദരൻ ഹാദിയയും ഇസ്രായേൽ വധിച്ചിരുന്നു. അതേസമയം മധ്യപൂർവ്വദേശത്ത് വലിയ സ്വാധീനമുള്ള നേതാവാണ് നസ്രള്ള. ഇസ്രായേലിനോട് പോരാടാൻ ഇറാനിൽ നിന്ന് റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇറാനുമായി അടുത്ത ബന്ധമുള്ള നസ്രള്ളയാണ് ഹിസ്ബുള്ളയെ ഇന്ന് കാണുന്ന തരത്തിൽ രാഷ്ട്രീയ സൈനിക സംഘടനയാക്കി മാറ്റിയത്. ഇസ്രായേലിന്റെ വധഭീഷണിയുള്ളതിനാൽ പൊതുചടങ്ങുകളിൽ വർഷങ്ങളായി പങ്കെടുക്കാറില്ല. ഫലസ്തീൻ സായുധ സംഘടനയായ ഹമാസ്, ഇറാഖിലെയും യമനിലെയും സായുധ ഗ്രൂപ്പുകൾ എന്നിവയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. അതേസമയം ലെബനനുമായുള്ള വടക്കൻ അതിർത്തിയിൽ അധിക ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ച് ഇസ്രായേലും. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം ശക്തമാക്കുന്നതിനാൽ ലെബനിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിന് തയ്യാറാവാൻ സൈന്യത്തിന് ഇസ്രായേൽ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണിത്. ഇസ്രായേലി സൈനിക വാഹനങ്ങൾ ലെബനന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ടാങ്കുകളും കവചിത വാഹനങ്ങളും കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി വാർത്താ ഏജൻസി AP റിപ്പോർട്ട് ചെയ്യുന്നു. ഹിസ്ബുള്ള വെടിമരുന്ന് സംഭരണ സൈറ്റുകൾ എന്ന് അവകാശപ്പെടുന്ന സ്ഥലത്തിന് സമീപമുള്ള വീടുകളിൽ നിന്ന് ഒഴിയാൻ സൈന്യം താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഗസയിൽ സംഭവിച്ചതുപോലുള്ള നാശം ലെബനിലും ആവർത്തിക്കുമെന്ന് ആശങ്ക ശക്തമാകവേ ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം. ലെബനീസ് തലസ്ഥാനമായ ബെയ്റൂത്തിന് തെക്കുള്ള ദഹിയയിലെ ഹിസ്ബുള്ള ആസ്ഥാനം വെള്ളിയാഴ്ച ആക്രമിച്ചെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് അറിയിച്ചു. ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്രുള്ളയാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടതെന്ന് ലെബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നസ്രുള്ള ആസ്ഥാനത്തുണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ നസ്രുള്ളയെ വധിച്ചു എന്ന് തന്നെയാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണവും വന്നിട്ടില്ല. ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരാഴ്ചയായി ലെബനനിൽ തുടരുന്ന സൈനിക നടപടി അവസാനിപ്പിക്കില്ലെന്ന് UN പൊതുസഭയിൽ ഇസ്രായേൽ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം. ഗസയിൽ ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം എന്ന യുദ്ധലക്ഷ്യം നേടും വരെ ലെബനനിലും സൈനിക നടപടി തുടരുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. ബെയ്റൂത്തിലെ ആക്രമണത്തിൽ 6 ബഹുനില കെട്ടിടങ്ങൾ തകർന്നു. സംഭവത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് UN അറിയിച്ചു. US-ഉം ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച 21 ദിന വെടിനിർത്തൽ നിർദ്ദേശത്തെ അപ്പാടെ നിരാകരിക്കുന്നതാണ് ഇസ്രായേൽ നടപടിയും.